കണ്ണൂർ കക്കാട് നമ്പ്യാർ മുട്ടയിൽ 61 വയസ്സുകാരനെ അയൽവാസിയും മകനും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. അമ്പൻ ഹൗസിൽ അജയകുമാറാണ് മരിച്ചത്. പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, ഈ കൊലപാതകത്തിന്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, നിസ്സാരമായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നത്. കണ്ണൂർ കക്കാട് നമ്പ്യാർ മുട്ടയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. അജയകുമാർ, 61-കാരനായ അജയകുമാറാണ് കൊല്ലപ്പെട്ടത്. അജയകുമാർ തൊട്ട് അയൽവാസിയായ ദേവദാസിന്റെ വീട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് റോഡിലേക്ക് വലിയ തോതിൽ ഒഴുകി. ഇത് ചോദ്യം ചെയ്തു. അത് ഒരു തർക്കത്തിലേക്ക് എത്തി. പക്ഷെ തർക്കം പിന്നീട് അവിടെയുള്ള ആളുകളൊക്കെ ചേർന്ന് പരിഹരിച്ചു. പിന്നീട് ദേവദാസിന്റെ മകൻ സഞ്ജയ് ദാസും സുഹൃത്തുക്കളും ചേർന്ന് ഇതേ തർക്കം, അനാവശ്യമായി തർക്കം എന്തിനുണ്ടാക്കിയെന്ന് ചോദിക്കുകയും ആക്രമിക്കാനായി വരികയുമായിരുന്നു. അവർ ഹെൽമറ്റും കല്ലും ഉപയോഗിച്ച് അജയകുമാറിന്റെ തലക്കടിച്ചു. അത് വലിയ തോതിൽ തർക്കത്തിലേക്ക് പോയി. ക്രൂരമായ മർദ്ദനത്തിന് ഇയാൾ ഇരയായി. വഴിയിൽ വെച്ചാണ്, വീടിനോട് ചേർന്ന വഴിയിൽ വെച്ചാണ് ഈ തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായത്. പിന്നീട് തടസ്സം പിടിക്കാൻ നാട്ടുകാരൊക്കെ എത്തി. തടസ്സം പിടിക്കാൻ എത്തിയ പ്രവീൺ കുമാറിനും അക്രമത്തിൽ പരിക്കേറ്റു. പിന്നീട് ഈ അക്രമത്തിൽ പരിക്കേറ്റ് റോഡിൽ വീണ അജയകുമാറിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് നിലവിൽ അജയകുമാറിന്റെ അയൽവാസിയായ ദേവദാസ്, മകൻ സഞ്ജയ് ദാസ്, ഒപ്പം സഞ്ജയ് ദാസിന്റെ സുഹൃത്തുക്കളായ 2 കുരങ്ങിനെ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വളരെ നിസ്സാരമായ ഒരു തർക്കത്തെ തുടർന്നാണ്. ആ തർക്കം യഥാർത്ഥത്തിൽ അവിടെയുള്ള മറ്റ് നാട്ടുകാരും ചേർന്ന് ആദ്യം പറഞ്ഞു പരിഹരിച്ചു. പിന്നീട് പക്ഷേ ചോദ്യം ചെയ്ത പ്രകോപനത്തിൽ, അതായത് വെള്ളം റോഡിലേക്ക് ഒഴുകി എന്ന് ചോദ്യം ചെയ്ത പ്രകോപനത്തിന്റെ പേരിൽ മാത്രം പിന്നീട് മകനും ദേവദാസും ഉൾപ്പെടെ മറ്റ് 2 പേരും കൂടി ചേർന്നുള്ള സംഘം എത്തി. പിന്നീട് വീണ്ടും അജയകുമാറിനെ ചോദ്യം ചെയ്യുകയും അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. ഹെൽമറ്റും കല്ലും ഒക്കെ ഉപയോഗിച്ച് തലക്കടിക്കുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ ഈ 4 പേരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് കണ്ണൂർ ടൗൺ 4 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.